മുസ്ലിങ്ങൾ മരിച്ചാൽ 15 ദിവസം മൗലിദ് ഓതിയിട്ട് 15ാമത്തെ ദിവസം 15 കഴിക്കുന്നുണ്ടല്ലോ. 15 കഴിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? അതെ, നമ്മൾ 7, 15, 3 പിന്നെ 40 അത് കൂട്ടത്തിൽ ഒന്നായിട്ട് പറയാം 40. ഇങ്ങനൊക്കെയുള്ള ഈ അക്കങ്ങളുടെ പൊരുള് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഖബറിൽ കൂടുതൽ ഫിത്നകൾ, കൂടുതൽ പരീക്ഷണങ്ങൾ ഒരു വിശ്വാസി നേരിടുന്ന ഘട്ടങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതിന് അവർക്ക് ശാന്ത ലഭിക്കാനും മോചനം കിട്ടാനുമാണ് സ്വഹാബത്ത് 7 ദിവസം കാനൂ യസ്തഹിബൂന അൻ യുത്അമ അൻഹും തിൽക്കൽ അയ്യാം. 7 ദിവസം, ഒരു ദിവസമല്ല, 7 ദിവസം തുടരെ മരണപ്പെട്ടു പോയ ആൾക്കാർ വലിയ ഭക്ഷണം കൊടുക്കരുത്. എന്താ കാരണം? ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബഅത അയ്യാം. മരിച്ചവർ ഖബറിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക്, പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ആദ്യഘട്ടം 7. പിന്നീട് ചോദ്യങ്ങൾ അങ്ങനെ ചോദ്യം ദിവസം കൊണ്ടാണ് കഴിഞ്ഞ് മുൻകർ സല്ലല്ലാഹു പിരിഞ്ഞു പോകുന്നു കരുതണം. പിന്നീട് ചോദ്യങ്ങൾ അങ്ങനെ, ചോദ്യങ്ങളൊക്കെ കൊല്ലങ്ങളോളം നീളുന്നുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കൊല്ലങ്ങളോളം, വർഷങ്ങളോളം. എന്താ നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഞാനൊരു ഉത്തരം കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അപ്പൊ അതിൽ കറുത്ത പരീക്ഷണങ്ങൾ വരുന്നത് കൊണ്ടാണ് 15, 7, 40 കണക്കാക്കിയിട്ട് അമലുകൾ അങ്ങനെ ചെയ്യുന്നത്. കുറച്ചുകൂടി നീണ്ടുപോവുകയാണെങ്കിൽ, അത് ഭർത്താവൊക്കെ ആണെങ്കിൽ ഭാര്യ ഒരു 3 മാസം അല്ലെങ്കിൽ തത്തുല്യമായ 4 മാസം അല്ലെങ്കിൽ തത്തുല്യമായ അളവ് 3 ഒക്കെ ഇരിക്കുമ്പോ ഒരുപാട് വേർക്കാനും ഒരുപാട് ഹത്ം തീർക്കാനും ഒരുപാട് ദിക്റെല്ലാനും ഒക്കെ അവസരം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ വലിയ സന്തോഷം. വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കപ്പെട്ട് നല്ല റാഹത്തിൽ കിടക്കാനാണ്, നല്ലോണം സ്വതക്ക ചെയ്യാനുള്ള ഒരു അവസരം കിട്ടാനാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.